ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു അടിപൊളി ഒരു മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടിലേക്കാണ്. വേറെ എവിടെയല്ല, നമ്മുടെ വെള്ളറുടെയൊക്കെ അടുത്താണ് ഈ സ്പോട്ട് വരുന്നത്. കൂനിച്ചി മല എന്നാണ് ആ സ്പോട്ടിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോവാം. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഇവിടെ ഒരു ആർച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങൾ വന്നപ്പോൾ തന്നെ വേറെ ഒരുപാട് പേര് മല കയറാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഈ പോകേണ്ട വഴി. നമ്മൾ നല്ല രാവിലെ, ഇപ്പോൾ ഏകദേശം ടൈം 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മുകളിലെത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കോട മഞ്ഞൊക്കെ കാണാൻ പറ്റുമെന്ന് കഴിഞ്ഞ് നമ്മൾ രാവിലെ തന്നെ തിരിച്ചതാണ്. നമ്മൾ ഈ കയറി വരുന്ന വഴിക്ക് തന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയി കണ്ടിട്ട് പോവാം. ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ, നല്ല രസമുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മഴയായിരുന്നത് കൊണ്ട് മുകളിലത്തെ പാറയിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയൊക്കെ കുറച്ച് പാട് തന്നെയാണ് കയറി പോകാനായിട്ട്. ഫുള്ള് ഉരുളൻ കല്ലുകളാണ് ഇവിടെ എല്ലാം. നമ്മളവിടെ വേറൊരാളും കൂടെ ഉണ്ട് മല കയറാനായിട്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ അടുത്ത ആർച്ചിനടുത്ത് എത്തിയിട്ടുണ്ട്. അടുത്ത വഴിയൊക്കെ ഫുള്ള് സീനാണ് കേട്ടോ. ഈ കല്ലുകളുള്ളതുകൊണ്ട് തന്നെ കയറി പോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കല്ലുള്ള അതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ കുറച്ച് നന്നായിട്ടൊരു നിരന്നൊരു റോഡ് വന്നിട്ടുണ്ട്. എത്തുന്താ മറ്റൊരു കുത്ത് കയറ്റം വന്നിട്ടുണ്ട്. ഫുള്ള് കയറ്റമാണ്. അതുപോലെ തന്നെ മഴയൊക്കെ പെയ്തതുകൊണ്ട് ഇവിടെ ഫുള്ള് വഴുക്കലുണ്ട് കേട്ടോ ഈ പോകുന്ന വഴി. വഴുക്കലുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ ഞാൻ തെന്നി വീണായിരുന്നു. ആ കൈയൊക്കെ കുറച്ച് മുറിഞ്ഞു. അത് തീയൊന്നുമില്ല. നമുക്ക് എന്തായാലും പോവാം. നമ്മുടെ ഈ വഴി മുകളിലോട്ട് കയറാം. ഈ വരുന്ന വഴിയൊന്നും കറക്റ്റ് അറിയാനേ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളിതാ നമ്മളെ വഴി കെട്ടിയെടുത്ത് പോകുന്ന പട്ടിക്കുട്ടി കണ്ടില്ലേ, അവനാണ് നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. താഴേന്ന് കണ്ട പോലെ അത്ര സീനല്ല ഇങ്ങോട്ടിപ്പോൾ. കുറച്ച് ദൂരം വലിയ കുഴപ്പമില്ലാതെ കയറി പോകാൻ പറ്റിയ വഴി തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കയറി വന്ന വഴിക്ക് തന്നെ കുറച്ച് വല്ലാതെ തളർന്നു. ഇനി നമ്മളെ പുറകെ വന്നവരൊക്കെ ആ ടീം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരേണ്ട വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്പൂരിക്കടുത്ത് വെള്ളറുടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് അവിടെ നമ്മുടെ കുരിശുമല തീർത്ഥാടന കേന്ദ്രമുണ്ട്. ആ വഴി ആണ് ഇവിടെ വരേണ്ടത്. പിന്നെ ഒരു ചെറിയൊരു കാട്ടിനകത്തൂടെ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് ഇവിടെ കൂടെ പോകുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു വഴിയാണിത്. നമ്മുടെ അവിടെ കറക്റ്റ് ഒരു ഗൈഡായിട്ട് കണ്ടില്ലേ ആ പട്ടിക്കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ആ വഴി വരുന്ന വഴിക്ക് 2 റോഡ് തിരിയുന്നുണ്ടായിരുന്നു. നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് നമ്മളെ ഈ ലൊക്കേഷനിലോട്ട് ആ പട്ടിക്കുട്ടി നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വഴി കയറി വരുമ്പോൾ തന്നെ നമുക്ക് താഴത്തെ ആ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട് സാധിക്കും.
പിന്നെയും നല്ലൊരു കയറ്റമാണ് കേട്ടോ. കൂടെ വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്, കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു കയറ്റം. ഈ വഴി വരുമ്പോഴുള്ള 2 സൈഡ് നല്ല കാടാണ് കേട്ടോ. അതിനിടയിൽ കൂടിയാണ് ഈ ചെറിയ വഴി. അത് ഫുള്ള് പാറയിൽ കൂടിയാണ് നമ്മൾ കയറി പോകേണ്ടത്. നമ്മൾ ഏകദേശം കൂനിച്ചിമല എത്തിയിട്ടില്ല. ഇതാണ് നമ്മുടെ കൂനിച്ചിമല. അതിനുള്ളിൽ തന്നെ നമ്മൾ മുകളിൽ എത്തിയതാ. കുറച്ച് നേരം എല്ലാവരുമായിട്ട് വിശ്രമിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടോ, നമുക്കിവിടെ നിന്ന് തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഈ രാവിലത്തെ ക്ലൈമറ്റാണ് കേട്ടോ. നമ്മളിവിടെ ഇപ്പോൾ ഏകദേശം 7 മണിയായി. നമ്മളിപ്പോൾ ഇവിടെ എത്തിയായിരുന്നു. നമുക്ക് ഈ കാണുന്നില്ലേ, ഈ കാണുന്ന ഇതാണ് മറ്റേ കുമ്പിച്ചൽ പാലം. നമ്മുടെ അമ്പൂരിയുള്ള കുമ്പിച്ചൽ കടവ് പാലമാണ് ഈ കാണുന്നത്. പിന്നെ അടുത്ത് ഇവിടെയായിട്ട് വേറൊരു വലിയ മലയും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഗൈഡ് ഇതാ മുകളിലോട്ട് ഇവിടെ പോയിട്ട് ഇതാ ഇറങ്ങി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ താഴെ നിന്ന് ഇങ്ങനെ കയറി വരുന്നത് നല്ല ടയേർഡായിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ ഇവിടെ വരുമ്പോൾ നല്ല തണുപ്പും, രാവിലെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കാറ്റുമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. നമ്മൾ കുറച്ച് നേരം ഇവിടുത്തെ ഈ ചെറിയ പാറയിലൊന്ന് ഇരുന്നിട്ട് പോകാമെന്ന് കരുതിയിട്ട് മുകളിലോട്ട് കയറാണ്. നമുക്കവിടെ പോവാം. നമ്മുടെ കൂടെ വന്നൊരു ടീമിന് വഴി തെറ്റിപ്പോയിട്ടുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നൊരു വഴിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ അവർക്ക് കുറച്ച് വഴി തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇവിടെയുള്ള കൂട്ടുകാരൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാ ഉദിച്ച് വരുന്നേ ഉള്ളൂ, നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഈ മലയുടെ താഴെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ നല്ല അതിമനോഹരമാണ് കേട്ടോ. നമ്മളിതാ താഴേക്ക് ഇനി നമ്മുടെ കൂനിച്ചിമലയിലേക്ക് നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പും നല്ല കാറ്റുമുണ്ട്. ഇനി നമുക്ക് അവിടെ പോകുമ്പോൾ അവിടെ ഇതിനെ കഴിഞ്ഞ് പൊളിയായിരിക്കും. നമുക്ക് എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഇവിടെ അത്യാവശ്യം സൂക്ഷിച്ച് തന്നെ പറഞ്ഞു കേട്ടോ. നല്ലൊരു കുഴിയാണ്, താഴോട്ട് കണ്ടോ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു കുഴിയാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു പ്രത്യേകിച്ച് വഴിയായിട്ടൊന്നുമില്ല. ഈ ആൾക്കാരൊക്കെ പോയൊരു ചെറിയ വഴിയായിട്ടാണ് ഇവിടെ ഉള്ളത്. 2 സൈഡും കണ്ടോ പുല്ലൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വഴി. ഇതാണ് ഇതിൻ്റെ തൊട്ട് താഴെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഇവിടെ നിന്നിട്ടുള്ള അടിപൊളി വ്യൂ. കണ്ടോ, അവിടെ കോടയൊക്കെ കാണാനായിട്ട് പറ്റും. നമ്മളാ കാണുന്നത് നമ്മുടെ നെയ്യാർ ഡാമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കുന്നുപോലെയാണ്. പക്ഷേ നമ്മൾ താഴേന്ന് കയറി വന്ന അത്രയും ബുദ്ധിമുട്ടില്ല കേട്ടോ ഇവിടെ കയറാനായിട്ട്. നമ്മുടെ കുറച്ച് ടീംസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്നവരും ഇങ്ങോട്ട് തിരിച്ചിട്ടില്ല. അവിടെ എല്ലാവരും അവിടുത്തെ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ഏകദേശം നമ്മുടെ ആ മലയിലോട്ട് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ പോകാനുണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ, ഇതാണ്. ഇവിടെ എന്തായാലും അതുണ്ടോ, അവിടെ നമ്മുടെ നല്ലൊരു വ്യൂ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, നമ്മൾ കയറി വന്നത് നമ്മുടെ ആ കാണുന്നില്ലേ, അവിടെ അത് നമ്മുടെ കുരിശുമലയുടെ സംഗമവേദി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ വഴി കയറി വന്നത്. നമ്മൾ നമ്മുടെ ടോപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. നല്ല അടിപൊളി കാറ്റും നല്ല തണുപ്പുണ്ട്.
അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ ടോപ്പിൽ, നമ്മുടെ കുരിശുമലയുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിന്നിട്ടുള്ള വ്യൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇവിടെ നിന്ന് ഒരു 360 ഡിഗ്രി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കാണുന്നതാണ് നമ്മുടെ കാളിമല എന്ന് പറയുന്നത്. അതിനടുത്തായിട്ട് കാണുന്ന ഒരു ചെറിയ മലയില്ലേ, അത് നമ്മുടെ കുരിശുമലയാണ്. അതിനടുത്ത് നല്ല പൈൻ തോട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാ നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ അപാരമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വേറൊരു സ്പോട്ട്. ഇവിടെ നല്ല നമ്മൾ താഴോട്ട് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. താഴെയും വേറൊരു മലയൊക്കെ ഉണ്ട്, നമുക്കിവിടെ കാണാം. നമ്മൾ താഴെ നിന്ന് വന്ന വഴിക്ക് നമുക്കൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വഴി എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ വന്നായിരുന്നു താഴെ വെച്ചിട്ട്. പക്ഷേ നമ്മുടെ കറക്റ്റായിട്ട് നമ്മളിവിടെ കറക്റ്റ് എത്തിച്ചതായി ഇവനാണ്. നമ്മുടെ ഒരു ഗൈഡായിട്ട് നമ്മുടെ കൂടെ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടുത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ട്, ഈ ഷോർട്സിലൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും വലിയ സീനൊന്നുമില്ല, വന്ന് ജസ്റ്റ് കയറി പോകാൻ പറ്റിയൊരു സ്ഥലമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഒരല്പം റിസ്കി തന്നെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ട്രെക്കിംഗ് ഒക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ജസ്റ്റ് വന്ന് കാണാനും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.